ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദുവാസ് ഓൺ. ഇന്നൊരു അടിപൊളി വ്ളോഗുമായിട്ടാട്ടോ വന്നത്. ഇത് നമ്മുടെ അരീക്കോട് ഒതായി റോഡ് ചൂളാട്ടിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. കൊല്ലാങ്കൊല്ലിയാണ് പേര്. അടിപൊളി പ്ലേസാണ്. എത്തിയപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി. പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ വന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗമാണ് ഇട്ടത്. ശരിക്കും ഇതൊരു കോറിയായിരുന്നു. പാറയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. അടിപൊളി പ്ലേസ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ പേര് ഇവിടുന്നും പിന്നെ നീന്തുന്നൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഇവിടുന്ന് തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റും കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. നല്ല കാഴ്ചയാണ്. എല്ലാവരും കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ നല്ല എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റുന്ന ദൂരത്ത് തന്നെയാണ്. വലിയൊരു മലയാണ്. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ചെറിയൊരു കുഞ്ഞു വഴിയാണ് കേട്ടോ. അവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും ഇറങ്ങാൻ കഴിയില്ല, കാരണം കുറേ ആളുകളുണ്ട്. പിന്നെ ഈ മുകളിൽ പോവാമെന്ന് വിചാരിച്ച്. മുകളിലാണെങ്കിൽ നല്ലൊരു കയറ്റാണ്. അതങ്ങനെ കയറി പോവന്നെ വേണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കയറി. അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം മുകളിലെത്തി. ഇനി ഇത്തിരിയും കൂടി കയറാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി കയറിയിട്ട് വാ കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്. ഇവർ ഇതുപോലെ കാണാൻ വന്നത് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ്. എല്ലാവരും വരുന്നുണ്ട്. അത്യാവശ്യം തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു കാണാൻ. കാരണം ഏറ്റവും ടോപ്പിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതും വെള്ളം ഇങ്ങനെ ചാടുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ടോ, നല്ല പച്ചപ്പ് വിരിച്ച ഒരു പ്ലേസാണ്. കുറേ മരങ്ങളും അധികം പാറകളും വെള്ളം അങ്ങനെ ഒഴുകുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. മനസ്സിന് നല്ലൊരു കുളിർമയേകുന്ന കാഴ്ചയാണ്. അപ്പം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ലൊരു പ്ലേസ്, നല്ല പച്ചപ്പ് വിരിച്ച മലകൾ കാണാം, പാറകൾ, പിന്നെ അടിഭാഗത്തുള്ള ആ കോറി ഒക്കെ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്, ഏകദേശം ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയാം. ഇവിടെ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് അരുവിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി പോവാണ് കേട്ടോ വെള്ളം. ഇവിടെ എത്തിയപ്പോൾ നെജുമൊക്കെ ഇറങ്ങി. ഇവിടെ പിന്നെ മക്കൾക്കൊക്കെ ഇറങ്ങാം, ആഴമൊന്നുമില്ല. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലായിരുന്നു. നല്ല തണുത്ത വെള്ളം, കാലൊക്കെ ഇടുമ്പോൾ നല്ലൊരു സുഖം തോന്നി. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു തടയണൊക്കെ ഇങ്ങനെ അതായത് കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാവാം ചിലപ്പോൾ. ഇതാ കണ്ട, ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം അങ്ങനെ ഒഴുകി പോവാണ്. അപ്പം അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ല വഴുക്കലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക വേണം. സ്ലിപ്പായി പോവാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മളൊക്കെ എത്തിയത്. കുറേ പേരിങ്ങനെ കയറി മുകളിലേക്ക് എത്തി, മുകളിലെ കാഴ്ചകളൊക്കെ കാണാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം കുട്ടികളൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദമോളും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ മൂടൊന്നും ശരിയാവില്ല, ഒന്നിനും സമ്മതിക്കില്ല.
അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോരാണ്. തിരിച്ച് പോരുമ്പോൾ നമ്മൾ പോകുന്ന വഴിയല്ല കേട്ടോ പോകുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ശരിക്കും ഒരു റൗണ്ട് അടിച്ചിട്ട് പോയതാണ്. നമ്മൾ ആദ്യം അതിൽ കയറി ഇനി ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോഴും നല്ല കാഴ്ചയാണ്. ഇതാ കണ്ടോ, നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുള്ള ആ കോറിയില്ലേ, അതിനെ ചുറ്റിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് താഴത്തേക്കാണ് പോകുന്നത്. അതും ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. കാരണം ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഈ കോറി തന്നെയാണ് എന്ന്. കാരണം അടിയിൽ നിന്ന് ഫസ്റ്റ് ടൈം അല്ലേ, പിന്നെ അറിയില്ല. അടിയിൽ കൂടി പോകുമ്പോൾ അത് വേറൊരു ഇത്, കാരണം ആ പാറ എടുത്ത ഒരു ഫീലല്ലേ. ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു കുളം പോലെയൊക്കെ ഇങ്ങനെ തോന്നി. ഇനിയിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നല്ലൊരു കുത്തനെ ഇറക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങണം. സ്ലിപ്പായി പോകാൻ ഇവിടെയും നല്ല സാധ്യതയുണ്ട്, കാരണം ഒരു കുഞ്ഞു വഴിയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ക്യാമറയിൽ പകർത്താമെന്ന് വിചാരിച്ചു. കണ്ട, ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പാറയും ആ വെള്ളച്ചാട്ടമൊക്കെ ശരിക്കും കാണാൻ പറ്റും. അത് നല്ലൊരു ഫീലായിരുന്നു. കുറേ തെങ്ങും അതും കൂടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു പ്ലേസ്. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. വന്നവരെല്ലാവരും എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും അവിടെ പോവണം, അവിടെ കാണണം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.